ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരങ്ങളാണ്, വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എക്സാമിന് വരാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കേരളത്തിൻ്റെ മാപ്പാണ്. ബേസ്ഡ് ഓൺ ദ പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് കേരള, ദ ക്ലാസ് ഈസ് ഓർഗനൈസിങ് എ ക്യൂസ് കോമ്പറ്റീഷൻ ഇൻ ഗ്രൂപ്പ്. പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻ ടു ബി ആസ്ക്ഡ് ടു യുവർ ഓപ്പോസിഷൻ ടീം. അതായത് പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് കേരള, കേരളയുടെ രാഷ്ട്രീയ ഭൂപടം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, കേരളത്തിൽ 14 ജില്ലകളുണ്ട്, 44 റിവേഴ്സ് ഉണ്ട്, ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഉണ്ട്, മിഡ്ലാൻഡ്, ഹൈലാൻഡ്, ലോലാൻഡ്, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊരു ക്യൂസ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് 5 ക്വസ്റ്റ്യൻസാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് എതിരാളിയായിട്ടുള്ള ടീമിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. വാട്ട് ആർ ദ 3 മെയിൻ ഫിസിയോഗ്രഫിക്കൽ റീജിയൻ ഓഫ് കേരള? കേരളയുടെ 3 മെയിൻ ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഏതാണെന്ന് ചോദിക്കാം. വിച്ച് മൗണ്ടൻ റേഞ്ച് റൺസ് അലോങ് ഈസ്റ്റേൺ ബോർഡർ ഓഫ് കേരള? What is the name of the largest backwater in Kerala? Which river is longest in Kerala? What is the name of the plateau region in central Kerala? ഇതൊക്കെ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ which is the highest point in the highland physiographical section? Write 3 physiographical division of Kerala. ഹൗ മെനി റിവേഴ്സ് ആർ കേരള? ഇങ്ങനെ നമ്മൾ ഒരു 8 ക്വസ്റ്റ്യൻസ് മോഡലായി തന്നിട്ടുണ്ട്. ഈ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും 5 ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി അടുത്തത്, ദ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് ദംസെൽസ് വൈൽ റിവോൾവിങ് അറൗണ്ട് ദ സൺ ആർ കോൾഡ് പ്ലാനറ്റ്സ്. അപ്പോൾ സെലസ്റ്റിയൽ ബോഡീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, പ്ലാനറ്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ദ ഐഡൻറ്റിറ്റി കാർഡ്സ് അബൌട്ട് ദ പ്ലാനറ്റ്. പ്ലാനറ്റിനെ കുറിച്ചുള്ള ഐഡൻറ്റിറ്റി കാർഡ് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മോഡലായിട്ട് ഇവിടെ സാറ്റേണിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഹാവ് റിങ്സ് അറൗണ്ട് ഹാവ് മോർ ദാൻ 30 സാറ്റലൈറ്റ്സ്. അപ്പോൾ സാറ്റേണിൻ്റെ പ്രത്യേകതകളാണ്, 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകതകളാണ് കൊടുത്തിരിക്കുന്നത്. സാറ്റേൺ എന്തൊക്കെയാണ് ഉള്ളത്? ഹാവ് റിങ്സ് അറൗണ്ട്, ചുറ്റും വളയങ്ങളുണ്ട്. അതേപോലെ തന്നെ 30 സാറ്റലൈറ്റ്സിലും കൂടുതൽ ഉപഗ്രഹങ്ങളുണ്ട്, അല്ലേ? ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉപഗ്രഹങ്ങൾ. അപ്പം 30ൽ കൂടുതൽ ഉപഗ്രഹങ്ങൾ ആരൊക്കെയുണ്ട്? സാറ്റേണിലുണ്ട്. അപ്പോൾ സാറ്റേണിൻ്റെ 2 പ്രത്യേകതകൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ചിലപ്പോൾ തിരിച്ചും നിങ്ങളോട് ചോദ്യം ചോദിക്കാം. ഇനി നമുക്ക് ജൂപ്പിറ്ററിൻ്റെ എഴുതണം. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും നമുക്കറിയാവുന്ന 2 ഫീച്ചേഴ്സ് അറിയാവുന്ന വേറെ ഏതെങ്കിലും സാറ്റലൈറ്റിൻ്റെ പേര് എഴുതുക. ബി ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ട് നെയിം ഓഫ് ദ സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച്ഡ് ഇന്ത്യ ടു സ്റ്റഡി സൺ. സണ്ണിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഒരുക്കിയ സ്പേസ് ക്രാഫ്റ്റ് ഏതാണ്? ആദിത്യയാണ്. അപ്പോൾ സാറ്റേണിൻ്റെ പ്രത്യേകത നമ്മളവിടെ എഴുതി. ഇനി ജൂപ്പിറ്റർ, ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ജൂപ്പിറ്റർ ആണ്. അപ്പോൾ ദ ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം എന്ന് പറയാം. ഹാസ് മോർ ദാൻ 30 സാറ്റലൈറ്റ്. അതിന് 30 സാറ്റലൈറ്റിൽ കൂടുതലുണ്ട്. പിന്നെ ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഉണ്ട്. റെഡ് സ്പോട്ട് എന്ന് എഴുതാം. എ ജയൻറ്റ് സ്റ്റോം ദാറ്റ് ഹാസ് ബീൻ റാഗിങ് ഫോർ സെഞ്ചുറീസ്. അപ്പം ഗ്രേറ്റ് റെഡ് സ്പോട്ടിൻ്റെ 2 ഫീച്ചേഴ്സ് നമ്മൾ എഴുതിയാൽ മതി. സാറ്റേണിൻ്റെ നമ്മൾ പഠിച്ചു. ഇനി മാർസിൻ്റെ നമുക്ക് എഴുതാം. നോൺ ആസ് എ റെഡ് പ്ലാനറ്റ് ഡ്യൂ ടു ഇറ്റ്സ് റെഡിഷ് അപ്പിയറൻസ്. അപ്പോൾ മാർസ് അറിയപ്പെടുന്നത് എന്താണ്? ചുവന്ന ഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. റെഡ് പ്ലാനറ്റ് എന്നാണ് മാർസ് അറിയപ്പെടുന്നത്. കാരണം എന്താണ്? അതിൻ്റെ റെഡിഷ് അപ്പിയറൻസ്, അതിനൊരു ചുവപ്പ് കലർന്ന അപ്പിയറൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെന്താണ് പറയുന്നത്? റെഡ് പ്ലാനറ്റ് എന്നാണ് പറയുന്നത്. ഹാസ് ദ ടോളസ്റ്റ് വോൾക്കാനോ ഇൻ അവർ സോളർ സിസ്റ്റം ഒളിമ്പിയം മോൺസ് ഹാസ് പോളാർ ഐസ് ക്യാപ്സ് വിച്ച് സജസ്റ്റ് ദാറ്റ് മാർസ് ഹാവ് എ വാട്ടറി പാസ്റ്റ്. അപ്പോൾ ടോളസ്റ്റ് വോൾക്കാനോ, സോളാർ സിസ്റ്റത്തിലോ ടോളസ്റ്റ് വോൾക്കാനോ എവിടെയുള്ളത്? മാർസിലാണുള്ളത്. 2 ഫീച്ചേഴ്സ് എഴുതിയാൽ മതി. ഇനി ഈ കൊളാഷ് നോക്കാം. 3ാമത്തെ പ്രവർത്തനമാണ്. നമ്മൾ 2 പ്രവർത്തനം ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ 3ാമത്തെ പ്രവർത്തനമാണ്. വാച്ച് ദ ബിലോ ന്യൂസ് കൊളാഷ്. ഒരു ന്യൂസിൻ്റെ കൊളാഷാണ്, പത്രവാർത്തയാണ്. കളക്ഷൻ ഓഫ് റിലീഫ് റിസോഴ്സസ് ഓൾ ഓവർ ദ റീജിയൻ. വോളണ്ടിയേഴ്സ് ടു ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ഡ്യൂറിംഗ് ഡിസാസ്റ്റർ. ഫിഷർ folk in the face of disaster with boats. Young people at the forefront in cleaning operation. Flood victims back to their homes. Coordinated activities various department of the government. അപ്പോൾ നമുക്ക് എന്തോ ഒരു
എന്താ പറയുക, ഫ്ലഡ് വന്നിട്ടുണ്ടല്ലോ, ഒരു വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട്, ഒരു ഡിസാസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നടന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ന്യൂസിൽ നിന്ന് മനസ്സിലായി. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് സോർട്ട് ഓഫ് പ്രിപ്പറേഷൻ ആർ ടു ബി മെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് മിറ്റിഗേഷൻ ഓഫ് എ ഡിസാസ്റ്റർ? അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പ്രകൃതി ദുരന്തങ്ങളൊക്കെ പെട്ടെന്നാണല്ലോ ഉണ്ടാകുക. വെള്ളപ്പൊക്കം, അതേപോലെ തന്നെ മലയിടിച്ചിൽ, ഉരുൾപൊട്ടലൊക്കെ നമ്മളിപ്പോൾ ഈയിടെ കേരളത്തിൽ നമ്മൾ പത്രത്തിൽ വായിക്കുന്ന വാർത്തകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങൾ വന്നാൽ നമ്മൾ എന്തൊക്കെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ അതിനെതിരെയുള്ള തയ്യാറെടുപ്പ്, എന്തൊക്കെ കരുതലുകളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. അപ്പോൾ ആൻറ്റിസിപ്പേറ്റ് സർട്ടൻ ഡിസാസ്റ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോഡേൺ ടെക്നോളജി. നമുക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളത് ഇപ്പോൾ നൂതനമായ പല സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ഈ സർട്ടൻ ഡിസാസ്റ്റേഴ്സിനെ നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയാൻ ഈ മോഡേൺ ടെക്നോളജിയൊക്കെ ആയിട്ട് അതിൻ്റെ സഹായത്തോട് തിരിച്ചറിയാൻ ശ്രമിക്കുക. എൻഷർ നെസസറി മെഷേഴ്സ് ഫോർ ദ റെസ്ക്യൂ ഓപ്പറേഷൻസ്. ഇനി അഥവാ ഫ്ലഡോ വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തം നടന്നാൽ തന്നെ അത് നേരിടാനുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസിൻ്റെ ആവശ്യമായ മെഷേഴ്സ്, ഈ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ആദ്യമേ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക. റീഹാബിലിറ്റേറ്റ് ദ ഡിസാസ്റ്റർ വിക്ടിംസ്. അപ്പോൾ ഇങ്ങനെ ഈ വെള്ളപ്പൊക്കത്തിലൊക്കെ എന്തെങ്കിലും പ്രകൃതി ദുരന്തപ്പെട്ടവരെ നമ്മൾ മാറ്റി പാർപ്പിക്കുക. ഇൻ ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ഇഷ്യൂ വാർണിംഗ്സ് ആൻഡ് ടേക്ക് സ്റ്റെപ്സ് ടു ക്രിയേറ്റ് അവയർനെസ് ആൻഡ് ഇവാക്വേറ്റ് പീപ്പിൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, ഡിസാസ്റ്റേഴ്സ് ഏരിയ ഉണ്ടാവുമല്ലോ, അതായത് മലകളുള്ള കൂടുതലുള്ള ഏരിയ, അവിടെ ഉരുൾപൊട്ട് സാധ്യത കൂടുതലായിരിക്കും. അതേപോലെ തന്നെ കടൽ തീരമുള്ള അവിടെ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമായേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിൽ വാർണിങ്സ് കൊടുക്കുക. അതേപോലെ തന്നെ ടേക്ക് സ്റ്റെപ്സ് ടു ക്രിയേറ്റ് അവയർനെസ്. ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതിനെ പറ്റി ഒരു അവബോധം സൃഷ്ടിക്കുക. അപ്പോൾ ടേക്ക് സ്റ്റെപ്സ് ടു ക്രിയേറ്റ് അവയർനെസ് ആൻഡ് ഇവാക്വേറ്റ് പീപ്പിൾ. ഇനി സെൽഫ് റിലീഫ് ക്യാമ്പ്സ് ആൻഡ് പ്ലാൻ ഫോർ ദ പ്രൊവിഷൻ ഓഫ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ ആൻഡ് മെഡിക്കൽ കെയർ. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് നേരിടാൻ എടുക്കാൻ പറ്റിയ മാർഗങ്ങൾ. ഇനി അടുത്തത് ഡെമോക്രസിയെ കുറിച്ചാണ്. നമ്മൾ ഡെമോക്രസിയുടെ ചാപ്റ്ററൊക്കെ പഠിച്ചതാണ്. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പോളിംഗ് സ്റ്റാർട്ടഡ് അറ്റ് 7 AM. 7 മണിക്കാണ് പോളിംഗ് തുടങ്ങിയത്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: റീഡ് ദ ന്യൂസ് കൊളാഷ് റിലേറ്റഡ് ടു ഇലക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ദ സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ ഇൻ കറക്റ്റ് ഓർഡർ. അപ്പോൾ ഇത് കറക്റ്റ് ഓർഡറിലല്ല തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഓർഡറിൽ, അതായത് ഇലക്ഷൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അത് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പോളിംഗ് സ്റ്റാർട്ടഡ് അറ്റ് 7 AM. 7 AM പോളിംഗ് തുടങ്ങുന്നത്. ദ ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂഡ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷന് ഉള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് കാൻഡിഡേറ്റ്സ് ആർ ഓഫ് വിക്ടറി. വോട്ട് എണ്ണുക, പിന്നെ എന്താണ് റിസൾട്ട് ഡിക്ലെയർ ചെയ്യുക. ഇതൊക്കെ കാൻഡിഡേറ്റ്സ് സ്റ്റാർട്ട് സബ്മിറ്റിംഗ് ദിയർ നോമിനേഷൻ പേപ്പർ. കാൻഡിഡേറ്റ്സ് അവരുടെ നാമനിർദ്ദേശ പത്രിക അവർ സബ്മിറ്റ് ചെയ്യാണ്. സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ പേപ്പർ ഹാസ് ബീൻ കംപ്ലീറ്റഡ്. അപ്പോൾ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോമിനേഷൻ പേപ്പർ അവർ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ സൂക്ഷ്മ പരിശോധന, അതിൽ എന്തെങ്കിലും കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതൊക്കെ പരിശോധിക്കുന്നതാണ് സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ എന്ന് പറഞ്ഞാൽ. ദ ഡെഡ് ലൈൻ ഫോർ വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ പേപ്പേഴ്സ് ഈസ് 5 PM ടുഡേ. ഇത്രയും കാര്യങ്ങളാണ് തന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്തായിരിക്കും, ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ. ഇലക്ഷൻ ഉണ്ട് എന്നുള്ളൊരു നോട്ടിഫിക്കേഷനാണ് ആദ്യം വരിക. രണ്ടാമതായിട്ട് നമുക്ക് എന്തെഴുതാം, രണ്ടാമതായിട്ട് സബ്മിഷൻ ഓഫ് നോമിനേഷൻ പേപ്പർ. നമ്മൾ സബ്മിറ്റ് ചെയ്യുക നമ്മുടെ പേപ്പേഴ്സ്, നാമനിർദ്ദേശം, നമ്മൾ ഇലക്ഷൻ നിൽക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള പേപ്പർ നോമിനേറ്റ് ചെയ്യുക. പിന്നെ സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ പേപ്പർ, പിന്നെ ആ പേപ്പറൊക്കെ സൂക്ഷ്മ പരിശോധന നടത്തും. വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ പേപ്പർ. ഇനി അഥവാ നമുക്ക് വലിയ താല്പര്യമില്ല ഇലക്ഷനിൽ നിൽക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വിത്ഡ്രോ ചെയ്യാം, നമുക്കത് പിൻവലിക്കാം. പിന്നെ പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്. പിന്നെന്താണ്, ആ ലിസ്റ്റ് കാൻഡിഡേറ്റ്സിൻ്റെ എത്ര ആൾക്കാരാണ് ഇലക്ഷനുള്ളതെന്നുള്ള പബ്ലിക്കേഷൻ ഉണ്ടാവും. പിന്നെ പോളിംഗ് ചെയ്യും. പിന്നെ കൗണ്ടിങ് ഓഫ് വോട്ട്സ്, ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്. ഇത് എത്രയാണ് ഒരു ഇലക്ഷൻ്റെ പ്രൊസീജിയർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് ബൈ അനലൈസിങ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കൊടുക്കാനാണ് പറഞ്ഞത്. ദ ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് ക്യാൻ ക്യാരി മോർ പീപ്പിൾ. കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകാൻ വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള, പൈസ കുറഞ്ഞ മാർഗം ഏതാണ്? റെയിൽ ട്രാൻസ്പോർട്ടാണ്, റെയിൽവേ ഗതാഗതമാണ്.
ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ലെസ് പൊല്യൂട്ടിങ്, പൊല്യൂഷൻ കുറവ്, മലിനീകരണം കുറവുള്ള ട്രാൻസ്പോർട്ട് ഏതാണ്? വാട്ടർ ട്രാൻസ്പോർട്ടാണ്, ജലഗതാഗതം, അതായത് ഷിപ്പിലൂടെയൊക്കെയുള്ള യാത്ര. പിന്നെ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, അതായത് വേഗത്തിൽ നമുക്ക് എത്താൻ പറ്റുന്ന ഏത് തരം ട്രാൻസ്പോർട്ടാണ്? ദാറ്റ് ഈസ് എയർ ട്രാൻസ്പോർട്ട്, അതായത് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്നതാണ്, വിമാനത്തിൽ പോകുന്നതാണ് നമുക്ക് ഫാസ്റ്റസ്റ്റ് ആയിട്ട് എത്താൻ പറ്റിയ മാർഗം. പക്ഷേ എന്താണ്? കൂടുതൽ പൈസ കൂടുതലാണ്. ഇനി അടുത്തത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് ഈസ് accessible ടു ഓൾ സെക്ഷൻ ഓഫ് സൊസൈറ്റി, സമൂഹത്തിൽ എല്ലാവർക്കും accessible ആയിട്ടുള്ളത് ഏത് ട്രാൻസ്പോർട്ടാണ്? ഇപ്പോൾ നമുക്കിപ്പോൾ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫ്ലൈറ്റിലൊന്നും പോലെ എല്ലാവർക്കും നടക്കൂല. അപ്പോൾ എല്ലാവർക്കും accessible ആയിട്ടുള്ളത് എന്താണ്? റോഡ് ട്രാൻസ്പോർട്ട്, റോഡിലൂടെയുള്ള യാത്ര. അപ്പോൾ റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ചീപ്പസ്റ്റ് മോഡാണ് റെയിൽവേ എന്ന് പറയുന്നത്. വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലെസ് പൊല്യൂഷനാണ്, പൊല്യൂഷൻ കുറവാണ്. എയർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്, വേഗത്തിൽ നമുക്ക് ഒരു സ്ഥലത്ത് എത്താം. റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആക്സസബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടാണ്. ഇനി അടുത്തത് റൈറ്റ് എനി ടു അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ബസ്, KSRTC ഒക്കെ അല്ലേ, അതായത് പൊതുവായിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റംസ്. അപ്പം റെയിൽവേ, ട്രെയിൻ, ഇതൊക്കെ പൊതുവായിട്ടുള്ള എല്ലാവരും കൂടി ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ്. ട്രാഫിക് കൺജഷൻ ക്യാൻ ബി അവോയ്ഡഡ്. ഓരോരുത്തരും ഓരോ വണ്ടി പോകുമ്പോൾ എന്താണ്? ഒരുപാട് വണ്ടി റോഡിൽ ഇറങ്ങും. അപ്പോൾ എന്താണ്? ട്രാഫിക് കൺജഷൻ അവിടെ ഉണ്ടാവും അല്ലേ, ഒരുപാട് ട്രാഫിക് ഉണ്ടാവും. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. നോയിസ് പൊല്യൂഷൻ ആൻഡ് എയർ പൊല്യൂഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ്. പിന്നെ അതേപോലെ തന്നെ വായു മലിനീകരണം, അതേപോലെ നോയിസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശബ്ദ മലിനീകരണം. ഒരുപാട് വണ്ടികൾ റോഡിലിറങ്ങുമ്പോൾ അതിൻ്റെ ഒച്ചയും ബഹളവും അതേപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന പുകയും കൂടുതലായിരിക്കും. അപ്പോൾ വായു ഒക്കെ മലിനീകരണപ്പെടും. അതൊക്കെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് വഴി റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ രണ്ട് ഓപ്ഷൻസാണ്. ട്രാഫിക് കൺജഷൻ ക്യാൻ ബി അവോയ്ഡഡ്, പിന്നെ നോയിസ് പൊല്യൂഷൻ ആൻഡ് എയർ പൊല്യൂഷൻ ക്യാൻ ബി അവോയ്ഡഡ്. ഇനി അടുത്തത് വാട്ട് സജഷൻ ക്യാൻ ബി പുട്ട് ഫോർ ടു പ്രൊട്ടക്റ്റ് വാട്ടർ ബോഡീസ് ഫ്രം ഗെറ്റിംഗ് പൊല്യൂട്ടഡ്, പ്രിപ്പയർ പ്ലാക്കാർഡ്സ് ഓഫ് വാട്ടർ കൺസർവേഷൻ മെസ്സേജ്. ഇനി അടുത്തത് നമ്മളെ വാട്ടർ ബോഡീസ്, നമ്മുടെ വെള്ളത്തിൻ്റെ വാട്ടർ ബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലസ്രോതസ്സുകൾ, റിവർ ബോഡീസ്, നദികളും അതേപോലെ പുഴകളും കടലുകളൊക്കെ മലിനീകരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് സജഷനാണ് കൊടുക്കാൻ പറ്റുന്നത്? ഇനി അടുത്ത പ്രിപ്പയർ പ്ലക്കാർഡ്സ് ഫോർ വാട്ടർ കൺസർവേഷൻ മെസ്സേജ്. അപ്പം വാട്ടർ കൺസർവേഷന് പറ്റിയ 2 പ്ലക്കാർഡ്സ് നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളത്തിന് എന്തൊക്കെ സജഷൻ കൊടുക്കുക? റീസൈക്ലിംഗ് ഓഫ് വാട്ടർ, റീസൈക്കിൾ ചെയ്യുക. പ്രിസർവ് ദ വാട്ടർ സോഴ്സസ്, ഇതിനെയൊക്കെ നമ്മൾ സംരക്ഷിച്ചു വെക്കുക. ഡു നോട്ട് ഡിസ്പോസ് ഓഫ് വേസ്റ്റ് ഇൻ വാട്ടർ ബോഡീസ്, നമ്മൾ ഈ മാലിന്യങ്ങളൊക്കെ വേസ്റ്റൊക്കെ എവിടെ ഡിസ്പോസ് ചെയ്യാന്ന് വെച്ചാൽ വലിച്ചെറിയുക. നമ്മൾ വെള്ളത്തിൽ കൊണ്ടുപോയി ഇടരുത്, അതായത് പുഴയിലിടരുത്, കനാലിലിടരുത്, കടലിലേക്ക് ഇടരുത്, ഒന്നും ചെയ്യരുത്. പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ വലിച്ചെറിയുക, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത്. ഡു നോട്ട് ഡിസ്പോസ് ഓഫ് വേസ്റ്റ് ഇൻ വാട്ടർ ബോഡി. പ്രൊട്ടക്റ്റ് ദ വെറ്റ്ലാൻഡ്സിനെയൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ദ സോഴ്സ് ഇറ്റ് സെൽഫ്, നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് നമ്മൾ അവിടെ തന്നെ ഡിസ്പോസ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ നടത്തുക. അത് മറ്റുള്ള സ്ഥലത്തേക്ക് വലിച്ചെറിയാതെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഉള്ള വേസ്റ്റുകൾ നമ്മുടെ വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്. പിന്നെ പ്ലാസ്റ്റിക്കാണ് ഏറ്റവും കൂടുതൽ വിനാശകരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. നമ്മൾ വാട്ടർ ബോഡീസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കത്തിക്കുക, പ്ലാസ്റ്റിക് വലിച്ചെറിയുക. ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളോളം ഈ മണ്ണിനടിയിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ആയിട്ട് തന്നെ നിലനിൽക്കും. ഇപ്പം പേപ്പറായാലും പിന്നെ എന്തെങ്കിലും മരക്കഷ്ണമായാലും ഒക്കെ മണ്ണിനോട് ജീർണിച്ച് പോകും. പക്ഷേ നമ്മൾ പ്ലാസ്റ്റിക് പോലെ തന്നെ ഏത് കാലവും ഉണ്ടാവും. അപ്പം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം എന്താ ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് വാട്ടർ ബോഡീസിനെയും നമ്മുടെ നേച്ചറിനെയും ഒക്കെ സംരക്ഷിക്കാൻ പറ്റിയ മാർഗ്ഗങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ്? റീസൈക്ലിംഗ് ഓഫ് വാട്ടർ, പ്രിസർവ് ദ വാട്ടർ സോഴ്സസ്, ഡു നോട്ട് ഡിസ്പോസ് ഓഫ് വേസ്റ്റ് ഇൻ വാട്ടർ ബോഡി, പ്രൊട്ടക്റ്റ് ദ വെറ്റ്ലാൻഡ്സ്, വേസ്റ്റ് മാനേജ്മെൻറ്റ് ദ സോഴ്സ് ഇറ്റ്സ്, റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ വെള്ളത്തെയൊക്കെ സംരക്ഷിക്കാം. ഇനി അടുത്ത പ്ലാക്കാർഡ്സ് ആണ്. എവരി ഡ്രോപ്പ് ഈസ് വാട്ടർ ഈസ് പ്രഷ്യസ്. നമ്മൾ ഓരോ തുള്ളി വെള്ളവും നമുക്ക് പ്രഷ്യസാണ്. പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ വിലപ്പെട്ടതാണ്, അമൂല്യമാണ്. അതൊക്കെ പ്ലക്കാർഡ് എഴുതാൻ പറ്റില്ല. നിങ്ങളിങ്ങനെ എഴുതണം കേട്ടോ. ഒരു മെസ്സേജ് എഴുതിയിട്ട് ഇങ്ങനെ എഴുതണം. ഓക്കെ, ഇങ്ങനെ എഴുതണം. അതിൽ ഒരു മെസ്സേജ് എഴുതാം. ലെറ്റ് us keep the drops of life for tomorrow. ജീവൻ്റെ തുള്ളികൾ നമുക്ക് നാളേക്ക് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യാം.
ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഈസ് അഗ്രികൾച്ചർ ദ ഓൺലി എംപ്ലോയ്മെൻറ്റ് ദാറ്റ് ദ പീപ്പിൾ ഓഫ് കേരള ആർ എൻഗേജ്ഡ് ഇൻ? നമ്മുടെ കേരളയിലെ ആൾക്കാർ അഗ്രികൾച്ചർ മാത്രമാണോ ഇവിടെ ഉള്ളവർക്കുള്ള ജോലി? വാട്ട് ആർ ദ എംപ്ലോയ്മെൻറ്റ്സ് പ്രിവൈലഡ് ഇൻ യുവർ ഏരിയ? നിങ്ങളുടെ ഏരിയയിൽ പ്രിവൈലൻ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ ഏരിയയിലെ ആൾക്കാർ ഏർപ്പെടുന്ന ജോലികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോ, അപ്പാർട്ട് ഫ്രം അഗ്രികൾച്ചർ ദ പീപ്പിൾ ഓഫ് കേരള ആർ എൻഗേജ്ഡ് ഇൻ അതർ ഓക്യുപ്പേഷൻ. അപ്പോൾ അഗ്രികൾച്ചറിൽ മാത്രമല്ല, കേരളയിലെ ജനങ്ങൾ വേറെ പല ഓക്യുപ്പേഷനിലും എൻഗേജ്ഡ് ആണ്, ഏർപ്പെടുന്നവരാണ്. അപ്പോൾ അഗ്രികൾച്ചറുണ്ട്, ഇപ്പോൾ നമ്മുടെ ഏരിയയിൽ എന്താണോ അത് എഴുതുക. അഗ്രികൾച്ചറുണ്ട്, പിന്നെ ഫിഷിങ് ചെയ്യുന്നവരുണ്ട്. മലയോര പ്രദേശങ്ങളിലാണെന്ന് വെച്ചാൽ കോസ്റ്റൽ ഏരിയ വെച്ചാലൊക്കെ അവരുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഫിഷിംഗ് ആയിരിക്കും. പിന്നെ റബ്ബർ ടാപ്പിംഗ് എന്ന് പറയുന്നെങ്കിൽ ഹൈലാൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെയും ടാപ്പിംഗ്, ഒരുപാട് റബ്ബർ മരങ്ങളുണ്ടാവും. അവിടെ ഉള്ളവരുടെ പ്രധാന ജീവിതോപാധി എന്ന് പറയുന്നത് റബ്ബർ ടാപ്പിംഗ് ആയിരിക്കും. പിന്നെ ക്ലേ പോട്ട് മേക്കിംഗ്, ചട്ടി നിർമ്മാണം, ഓക്യുപ്പേഷൻസ് ഇൻ ബ്രിക്സ് മേക്കിംഗ് സെക്ടർ, അങ്ങനെ പല വിധത്തിലുള്ള ജോലികളും നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 7 ആക്ടിവിറ്റീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ നല്ല ശ്രദ്ധിച്ച് വായിക്കുക. ഇനിയും ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ 5ാം ക്ലാസ് പഠിക്കുന്ന ബെസ്റ്റീസ് ഉണ്ടാവല്ലോ, 1, 2, 3 ബെസ്റ്റീസിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.